യൂറോപ്യന്മാരുടെ ആഗമനം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനത്തോടെയാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയത്. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളായിരുന്നു. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. കടൽമാർഗം ആദ്യം എത്തിയതും യൂറോപ്യന്മാർ. യൂറോപ്യന്മാരുടെ വരവിൻ്റെ പ്രധാന ലക്ഷ്യം വാണിജ്യവും വ്യാപാര ആവശ്യങ്ങളുമായിരുന്നു. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമം: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയ യൂറോപ്യന്മാർ ഡച്ചുകാരായിരുന്നു. ഇന്ത്യയിൽ നിന്നും ഏറ്റവും ഒടുവിൽ തിരികെ പോയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഏറ്റവും ആദ്യം വന്നതും ഏറ്റവും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആധിപത്യം ഉറപ്പിച്ച യൂറോപ്യന്മാർ ബ്രിട്ടീഷുകാർ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ചരിത്രപരമായി ബൈസാന്റിയം എന്നറിയപ്പെട്ടിരുന്നു. അന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഇസ്താംബുൾ എന്നും അറിയപ്പെടുന്നു. AD 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽമാർഗം ഇന്ത്യയിലേക്ക് ഒരു വാണിജ്യപാത കണ്ടെത്തുക അത്യാവശ്യമായിരുന്നു. ഏഷ്യയിലേക്കുള്ള പുതിയ വാണിജ്യമാർഗങ്ങൾ കണ്ടെത്താനുള്ള യൂറോപ്യന്മാരുടെ മത്സരത്തിൽ ആദ്യം വിജയിച്ചത് പോർച്ചുഗീസുകാരാണ്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പ് ചുറ്റി ഏഷ്യയിലെത്താനുള്ള കടൽമാർഗം കണ്ടെത്തിയത് പോർച്ചുഗീസുകാരനായ ബർത്തലോമിയ ഡയസ് ആണ്. ഈ വഴി അദ്ദേഹം കണ്ടെത്തിയത് 1488-ലാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലെത്താൻ സാധിച്ചില്ല. തുടർന്ന് പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവൽ രാജാവ് ഒരു പോർച്ചുഗീസ് സംഘത്തെ കച്ചവട കാര്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് അയച്ചു. ആ സംഘത്തിന് നേതൃത്വം നൽകിയത് വാസ്കോ ഡ ഗാമ എന്ന നാവികനാണ്. ഈ സംഘം 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തുന്നു. അങ്ങനെ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരായി. വാസ്കോ ഡ ഗാമയുടെ ആദ്യ വരവ്. യൂറോപ്പിൽ നിന്നും സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത് 1498 മെയ് 20. കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി കൊല്ലം കടപ്പുറത്താണ് ഗാമ കപ്പൽ നങ്കൂരമിട്ടത്. പന്തലായനി കൊല്ലം കടപ്പുറം നിലവിൽ അറിയപ്പെടുന്നത് കൊയിലാണ്ടി, കോഴിക്കോട്. വാസ്കോ ഡ ഗാമ കാലുകുത്തിയ സ്ഥലം കാപ്പാട്. വാസ്കോ ഡ ഗാമയുടെ വരവിൻ്റെ ലക്ഷ്യം വാണിജ്യബന്ധം ആരംഭിക്കുക എന്നതായിരുന്നു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് ഡോം മാനുവൽ രാജാവ്. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസിൽ നിന്ന് പുറപ്പെട്ട വർഷം 1497. പോർച്ചുഗീസിൽ നിന്ന് എവിടെ നിന്ന് പുറപ്പെട്ടു? ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ടു. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയെ അനുഗമിച്ച മറ്റു കപ്പലുകൾ സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. ഗാമ എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് ഗാമ എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം സാമൂതിരി, നെടിയിരുപ്പ് സ്വരൂപം എന്നും അറിയപ്പെടുന്നു. അന്നത്തെ ഭരണാധികാരി മാനവിക്രമൻ. ഗാമയ്ക്ക് കോഴിക്കോട് സാമൂതിരിയിൽ നിന്നും സ്വീകരണം ലഭിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ ആഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. തുടർന്ന് ഗാമ കോലോത്തിരി രാജാവിനെ സന്ദർശിച്ചു. കോലോത്തിരി രാജാവ് വാണിജ്യ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. കോലോത്തിരി രാജാവ് വാസ്കോ ഡ ഗാമയുമായി കരാറിലേർപ്പെട്ടു. 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. ഗാമ പോർച്ചുഗലിൽ തിരിച്ചെത്തിയത് അദ്ദേഹത്തിൻ്റെ പര്യടനത്തിന് ചിലവായ തുകയുടെ 60 മടങ്ങ് മൂല്യമുള്ള ചരക്കുകളുമായാണ്. ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ് ഏഷ്യയുടെ ചരിത്രത്തിൽ വാസ്കോ ഡ ഗാമ യുഗത്തിന് തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ കാലിക്കറ്റ് എന്നും കാപ്പാടിനെ കാപ്യ എന്നും വിളിച്ചിരുന്നു. പോർച്ചുഗീസ് രാജാവ് അയച്ച രണ്ടാമത്തെ പരിഗണന സംഘത്തെ നയിച്ചത് പെഡ്രോ അൽവാരിസ് കബ്രാളാണ്. 1500കളിലാണ് ഇത്. കബ്രാളിൻ്റെ പ്രതിനിധിയായിരുന്നു ഐറിസ് കൊറിയ. ഇദ്ദേഹം സാമൂതിരിയുമായി ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ ധാരണയിലെത്തി. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം തയ്യാറാക്കിയത് ഐറിസ് കൊറിയ. എന്നാൽ
കോഴിക്കോടുണ്ടായിരുന്ന അറബികൾക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി. അനന്തരം സാമൂതിരി വീണ്ടും പോർച്ചുഗീസുകാർക്കെതിരെ തിരിഞ്ഞു. തുടർന്ന് 1500 ഡിസംബർ 25 കബ്രാൾ കൊച്ചിയിലെത്തി. അതിനെ തുടർന്ന് കൊച്ചി രാജാവിൻ്റെ അനുവാദത്തോടെ കൊച്ചിയിൽ വ്യാപാരക്കോട്ട പണികഴിപ്പിച്ചു. ചരക്ക് കയറ്റി കബ്രാൾ തിരികെ മടങ്ങി. വാസ്കോഡ ഗാമയ്ക്ക് കബ്രാളിനും ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡാ നോവ. കബ്രാൾ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ ജാവോ ഡാ നോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചിരുന്നു. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502. ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ സ്ഥലം അഞ്ചി ദ്വീപ്, ഗോവയ്ക്കടുത്തുള്ള ഒരു ദ്വീപാണിത്. ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലോത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. അനന്തരം ഗാമ കോഴിക്കോട് സന്ദർശിച്ചു. എന്നാൽ സാമൂതിരി ഗാമയുമായുള്ള കച്ചവടത്തിന് നിരസിച്ചു. അതേ തുടർന്ന് ഗാമ കോഴിക്കോട് നഗരം ആക്രമിച്ചു. അതിനുശേഷം ഗാമ കൊച്ചി സന്ദർശിച്ചു. ഗാമയ്ക്ക് കൊച്ചിയിൽ വലിയ സ്വീകരണം ലഭിച്ചു. തനിക്ക് ലഭിച്ച ചരക്കുകളുമായി ഗാമ കൊച്ചിയിൽ നിന്ന് മടങ്ങി. കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി. എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിലും കൊച്ചി രാജാവ് നിരസിച്ചു. 1503 കോഴിക്കോട് സൈന്യം കൊച്ചി ആക്രമിച്ചു. തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാർ മരണപ്പെട്ടു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രം. തുടർന്ന് കൊച്ചിക്ക് മേൽ സാമൂതിരി ആധിപത്യം നേടി. അൽബുക്കർക്ക്. ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയ വർഷം 1503. പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ വരവോടെ കോഴിക്കോട് സൈന്യം പിൻവാങ്ങി. കോഴിക്കോടിനുമേൽ നേടിയ വിജയത്തെ തുടർന്ന് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം നൽകി. ഇതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. കൊച്ചിയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ട അറിയപ്പെടുന്ന മറ്റ് പേരുകൾ മാനുവൽ കോട്ട, അഴിക്കോട്ട, ആയിക്കോട്ട, കൊച്ചിക്കോട്ട, വൈപ്പിൻകോട്ട. പള്ളിപ്പുറം കോട്ട പണികഴിപ്പിച്ചത് ആരുടെ കാലത്തായിരുന്നു? അൽബുക്കർക്കിൻ്റെ കാലത്ത്. ഫ്രാൻസിസ്കോ അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. ആദ്യത്തെ വൈസ്രോയിയായി അൽമേഡ നിയമിതനായത് 1505. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ അൽമേഡ. 1508 മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഈജിപ്ഷ്യൻ നാവികപ്പട അൽമേഡയെ പരാജയപ്പെടുത്തി. 1509 ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കി. 1509 ഫ്രാൻസിസ്കോ അൽമേഡ ഇന്ത്യ വിട്ടു. നീലജല നയം. നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. ഇത് നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡ. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തി അൽബുക്കർക്ക്. ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്ക്. മാറ്റാൻ തീരുമാനിച്ച വൈസ്രോയി അൽബുക്കർക്ക്. മാറ്റിയത് നിനോഡോ കുൻഹ. 1513 സാമൂതിരിയുമായി കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ച വ്യക്തി 1515 അൽബുക്കർക്ക് അന്തരിച്ചു. അൽബുക്കർക്കിൻ്റെ പിൻഗാമി ലോപ്പോസാറസ്. അൽബുക്കർക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർത്തു, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, പുതിയ നാണയങ്ങൾ കൊണ്ടുവന്നു, സതി നിരോധിച്ചു, നീതി പരിപാലനം നടത്തി, മിശ്ര കോളനി സമ്പ്രദായം അഥവാ സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കി. മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു. അതിലൂടെ വിശ്വാസപൂർവ്വം പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധയുള്ള പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കാമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വെച്ച നയമാണ് മിശ്ര കോളനി സമ്പ്രദായം. വാസ്കോഡ ഗാമയുടെ അവസാന വരവ്. വാസ്കോഡ ഗാമ അവസാനമായി അല്ലെങ്കിൽ മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷം 1524. 1524 പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തി. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് അന്തരിച്ചു. ഗാമയുടെ ഭൗതിക ശരീരം സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ സംസ്കരിച്ചു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. പോർച്ചുഗീസുകാർ
ഗാമയുടെ ശരീരം 1539 പോർച്ചുഗീസിലെ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ശവശരീരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ ഗാമയുടെ പിൻഗാമി ഹെൻറിക് മെനസസ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ.